ഫാസ്റ്റ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത ഓണറാണിത്. അപ്പോൾ പുള്ളി അതേപോലെ നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, ഏതെൻ്റെ ഗ്രേഡും കാര്യങ്ങളും. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഓല ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ്. ഏകദേശം 70% ആയിട്ടുണ്ട്. 55. കാരണം ഇതാണ് നമ്മൾ ഓലൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇത് കമ്പനി കൊടുത്തതെന്നല്ല, പ്രൈവറ്റാണ്, പെയ്ഡ് ചാർജറാണ്. ഇത് ഫറൂഖ് നെടുവട്ടത്തിലാണ് ഈ ചാർജർ ഉള്ളത്. അപ്പോൾ നമ്മളിതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാണ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഫോണിൽ ബോട്ട് എർത്ത് എന്ന ആപ്പ് വേണം. അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. വെഹിക്കിൾ നമ്പർ അടിക്കണം അല്ലേ? KL 18 AD ബുക്ക് ചാർജർ ചാർജിങ് ഓൺ ആയില്ല. എത്ര മണിക്കൂർ? അല്ല ബുക്ക് ചാർജർ കൊടുക്കണം. എത്ര മണിക്കൂർ എന്നുള്ളത് എത്ര മിനിറ്റ് ആണ് ഏകദേശം? ഒരു മണിക്കൂർ ഇട്ടിട്ട് നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ചാർജ് റെഡി റെഡി ഓണാക്കി. നിങ്ങൾ പോണ സമയത്ത് എൻ്റെ അടിച്ചിട്ട് പോയാൽ ഫാസ്റ്റ് ചാർജിങ് ഓണാക്കി കോഡ് അടിച്ചു. സെയിം സ്പീഡ് കേട്ടോ, സെയിം സ്പീഡാണല്ലേ? അതേപോലെ സ്പീഡ് ഇത് ലിമിറ്റ് സെറ്റ് ചെയ്യാം. 70, 80, 90 അങ്ങനെയൊക്കെ 100 വരെ ആക്കാം. ഇപ്പോൾ സമയം 7:04 7:04 29%. ഒരു മിനിറ്റിൽ ഒരു %. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ നോക്കുന്നത് ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ വലിയ ടെമ്പറേച്ചർ 45 ഡിഗ്രിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നോക്കിയാലാ. ടെമ്പറേച്ചർ ഇല്ല 34 ഉള്ളൂ. അപ്പോൾ സ്പീഡ് കയറും. 45 ആയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്ലോ ആവും. ഈ സംഭവം വന്നാൽ മതി നമ്മളെ ലോഡും വരാൻ പോകണം. കേരളം മൊത്തം വരും. വരാം. 7:04 നമ്മളിത് ചാർജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 29% ആയിരുന്നു ബാറ്ററി. ഇപ്പോൾ 38%, 7:14 ഏകദേശം 39 ആയി കഴിഞ്ഞാൽ 10%. 10% 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഓരോ മിനിറ്റിൽ ഓരോ ശതമാനമാണ് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ തന്നെ 38%. അപ്പോൾ നമ്മൾ ഹൈപ്പർ ചാർജറിൻ്റെ അതേ സെയിം ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ചെറിയ സാധനം വെച്ചിട്ട്. എന്തായാലും ഇതാണ് നമ്മളെ ഫാസ്റ്റ് ചാർജർ. 24 hours വർക്കിംഗ് ആണ്. മറ്റേ ഇതിൻ്റെ പോലെ പെട്രോൾ പമ്പ് പൂട്ടി കഴിഞ്ഞാൽ ഹൈപ്പർ ചാർജർ വർക്ക് ചെയ്യാത്ത പോലെ ഒന്നുമില്ല. 24 hours ഇത് വർക്കിംഗ് ആണ്. മഴയും വെയിലൊന്നും കൊള്ളൂല. ഇതേ ഇവിടെ ആണ് എക്സാക്റ്റ് ലൊക്കേഷന്. അതെ, ക്യാമറയുണ്ട്, CCTV ക്യാമറയൊക്കെ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചാർജർ. അപ്പോൾ നമ്മളിനി ഈ ചാർജർ ഫുള്ളാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ കോസ്റ്റിലാണ്. നമ്മൾ ആ റെഫറൽ നമ്പർ വെച്ചിട്ട് 50 രൂപ റെഫറൽ എമൗണ്ട് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും റെഫറൽ കോഡ് ഇതിൻ്റെ കൂടെ വെക്കാം. അത് വെച്ചിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യും, നമുക്ക് 50 രൂപ ഫസ്റ്റ് ചാർജിങ്ങിൽ കിട്ടും. അത് വെച്ചിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ടോപ്പപ്പ് ചെയ്ത് നമുക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഓല ഫാസ്റ്റ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത ഓണറാണിത്. അപ്പോൾ പുള്ളി അതേപോലെ നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, ഏതെൻ്റെ ഗ്രിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പരാണ് രണ്ടും ഇതായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫറൂഖ് നെടുവട്ടം. അപ്പോൾ പുള്ളിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. പേരെന്തായിരുന്നു? എൻ്റെ പേര് അൻവർ. നിങ്ങൾ അസീസ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഓല ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് ഇത്. കേരളത്തിൽ ഉടനീളം ഞങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ
പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ. എല്ലാ സ്ഥലത്തും എത്തട്ടെ. എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് വെഹിക്കിളായിട്ട് പോകുന്ന ആളുകൾക്ക് സ്മൂത്തായിട്ട് ചാർജ് ചെയ്ത് യാത്ര ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അത് നല്ലൊരു ഇതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണ ഈവൻ നമ്മൾ കോഴിക്കോട് പോയി വരാണ്, കോഴിക്കോട് ഹൈപ്പർ ചാർജർ ഒന്നും വർക്കിംഗ് അല്ല. പറയുമ്പോൾ അത് എത്രയോ വലിയ എക്സ്പെൻസ് കൊടുത്തിട്ടാണ് ആ ഒരു ഹൈപ്പർ ചാർജർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇതുപോലത്തെ ഓല ആ ഒരു ഹൈപ്പർ ചാർജർ വെച്ച ആ സമയത്ത് ഒരു 10 അവർക്ക് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നാലും ആ ആശയം എപ്പോഴും ഓല ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ ഇത് ഫസ്റ്റായിട്ട് കൊടുത്തതിന് വളരെ വലിയ ഒരു ആശയം തന്നെയാണ്. അത് വലിയ പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞങ്ങളിത് ഈ ആശയമായിട്ട് ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ ഇതിന്റെ ഒരു ഓണർമാരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഹൈപ്പർ ചാർജർ ഇപ്പൊ വർക്കിംഗ് അല്ല. ആ ഒരു സമയത്താണ് നമ്മൾ കേരളം മുഴുവൻ നമ്മൾ പൂക്കോട്ടൂർ പോയിട്ടുണ്ട്, പൂക്കോട്ടൂർ വർക്കിംഗ് അല്ല. കോഴിക്കോട് പോയി, കോഴിക്കോട് വർക്കിംഗ് അല്ല. പിന്നെ തൃശ്ശൂരൊന്നും വർക്കിംഗ് അല്ല എന്നാ പറഞ്ഞത്. എന്നാലും ജനുവരി മുതൽ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 സ്റ്റേഷനെങ്കിലും 20 സ്റ്റേഷൻ നമുക്ക് ഏറ്റവും അറൗണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയനാട്, ഊട്ടി അങ്ങനെ ടൂറിസ്റ്റ് ഏരിയകളിൽ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ലോങ് പോകാൻ പറ്റും. മാക്സിമം കോഴിക്കോട്, നമ്മൾ വേങ്ങര കോഴിക്കോട് വരിക, തിരിച്ചു പോവാം. നിങ്ങൾ വേങ്ങരാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരിക. അത് ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ ബോട്ട് ഈ ആപ്പ് വെച്ചിട്ട് ആപ്പിൽ നമുക്ക് ഇപ്പോൾ KCBൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു 100 അല്ലെങ്കിൽ 200 രൂപ റീചാർജ് ചെയ്താൽ അത് ഉപയോഗിച്ചെങ്കിലും ഒരു മാസം കൊണ്ട് അത് വാലിഡിറ്റി ഇല്ല. എത്ര പൈസ വേണമെങ്കിലും നിങ്ങളെ വാലറ്റിൽ കയറ്റി വെക്കാം. എത്ര പൈസ ആണെങ്കിലും ആ പൈസ അവിടെ ലൈഫ് ടൈം അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നോ അന്ന് ആ പൈസ പോകും. അത് മാത്രമല്ല ബോട്ടിന്റെ ഭാഗമുള്ള ഒരു പ്രൊമോഷൻ എന്താണെന്ന് ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോഡുണ്ട്, നമ്മളൊരു സർവീസ് കോഡുണ്ട്. ആ കോഡ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ ആദ്യം ഒരു കോംപ്ലിമെന്റ് ഉണ്ട്. ആ ഒരു 50 അവസാനിക്കുന്നില്ല. നിങ്ങൾ ആ കോംപ്ലിമെന്ററി കോഡ് നിങ്ങൾക്ക് വേറെ ഒന്ന് വരും. ആ കോംപ്ലിമെന്ററി കോഡ് നിങ്ങൾ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 50 രൂപ കിട്ടും. അയാൾ എന്നിവിടെ റീചാർജ് ചെയ്യാൻ വരുന്നോ ഏത് ബോട്ടിൽ അവിടെ റീചാർജ് ചെയ്യുകയാണെങ്കിലും തിരിച്ച് വീണ്ടും ഒരു 50 രൂപ നിങ്ങൾക്ക് അങ്ങനെ 10 ആൾക്കാർക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ 10 റെഫർ കോഡിന് മുകളിൽ നിങ്ങൾക്ക് 500 രൂപ. അത് 10 ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ഓരോ റെഫറിനും നിങ്ങൾക്ക് 50 രൂപ ഫ്രീ. അപ്പോൾ വളരെ ഉപകാരപ്പെടും. ഈ ഓല യൂസേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടാം. കാരണം ഇപ്പോൾ ഗ്രിഡ് ഒരുപാട് ഗ്രിഡ് ഉണ്ട് എല്ലാ സ്ഥലത്തും. 1, 2 ഭയങ്കര തന്നെ 2 3 ഇപ്പോൾ നിലവിലുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഫസ്റ്റാണ്. നമ്മളിപ്പോൾ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ബാങ്കിൽ നിന്ന് ഇവിടെ വന്നത്. അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് എല്ലാ EV യൂസേഴ്സും സ്മൂത്തായിട്ട് പോകുന്നതാണ്. ഇനി ഓല ഏതോ അല്ലാത്ത EV യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നോർമലി വോൾട്ട് പിന്നെ സപ്ലൈ വരുന്നുണ്ട്. അതിനൊരു യൂണിറ്റിന് ചാർജ് വെച്ചിട്ടാണ്. എന്നാലും നിങ്ങൾക്ക് ചാർജ് ഇല്ലാതെ വഴി കിടക്കേണ്ടി വരില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടി തരുന്നുണ്ട്. കാരണം 2.5 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. ഇത്രയും കാലമായിട്ട് എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. KCBന്റെ ചാർജിങ് പോൾ മോർണിംഗ് സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ നാട്ടിലൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല സ്ലോ ചാർജിങ് കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ പോകുന്നത് ഭയങ്കര ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഓലന്റെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബിൽഡിങ്ങുള്ള ആളുകളോ സ്പേസുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വേണം. നമ്മൾ കാരണം വരുന്നവർക്ക് ക്യാമറ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ ഏരിയ സെക്യൂരിറ്റി ക്യാമറ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും വേണം, അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യണ്ടേ. റെസ്റ്റിംഗ് ഏരിയ ഒക്കെ സെറ്റപ്പ് ചെയ്യണ്ടേ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ബി സൈഡിൽ ഒന്ന് പോയി നോക്കിയുള്ളൂ. എന്തായാലും വരും ഷുവർ ആയിട്ടില്ല. ഓക്കെ, ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓല എടുത്തവരെ പെട്ടു എന്ന് പറയേണ്ടത് ഈ ഗ്രിഡ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഗ്രിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെ അത് നമ്മളെ കേരളക്കാരായ നമ്മളെ മലയാളി നമ്മളെ സ്വന്തം നാട്ടിലായ വേങ്ങരക്കാരും അതുപോലെ നിങ്ങളെവിടെ സ്ഥലം പറഞ്ഞാൽ ഇവിടെ തന്നെ വേങ്ങരക്കാരാകുമ്പോൾ വലിയ അഭിമാനം ഉണ്ട് നമുക്ക്. അതെന്തായാലും നിങ്ങൾ ഏതെല്ലാം വർക്ക് ചെയ്യണം, ഏതെല്ലാം വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അസീസ്കേനും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സ് എല്ലാവരും EV യൂസേഴ്സ് ആണ്. ഈവൻ EV യൂസേഴ്സ് അല്ലാത്ത ആരെങ്കിലും സ്വന്തമായിട്ട് ബിൽഡിങ്ങോ അതിനുള്ള സ്പേസോ കാര്യങ്ങളോ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടി ചേർന്ന് പ്രവർത്തിക്കാം. ബിസിനസ്സോട് കൂടി EV യൂസേഴ്സിനെ നമ്മൾ പിക്കപ്പ് ആക്കി എടുക്കാന്നുള്ളതാണ്. കാരണം ഈ ചാർജ് ചെയ്യുന്ന സമയം യൂസ്ഫുൾ ആക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ഹീറ്റർ എന്തെങ്കിലും അതിനെ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കാനുള്ള ആൾക്കാർ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്.
ഓക്കെ, ഇത് ഒരു കോഫി ഷോപ്പൊക്കെ വെച്ച് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അതെ. പക്ഷേ പൊതുവേ നമുക്ക് ഇതിപ്പോൾ എന്താ വെച്ചാൽ മിക്ക ആളുകൾക്കും ടൈമിങ് വളരെ ലാഭമാണ്. ഇപ്പം ഈ ടൈമിങ് സമയമാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്ത് കൊടുത്താൽ 100 കിലോമീറ്റർ എക്സാക്റ്റ് നമ്മൾ എങ്ങനെ ഓടിച്ചാലും ഒരു 100 കിലോമീറ്റർ കിട്ടും. ആഫ്റ്റർ പിന്നെ നമുക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ 2 അവർ അല്ല 6 അവർ നമുക്ക് എന്തായാലും ഇത് ചാർജിങ് തരാം. സ്പെൻഡ് ചെയ്യണം ആ സമയം കൊണ്ട്. അതെ, 50 മിനിറ്റ് കൂടെ 1 മിനിറ്റിൽ 1% ഇപ്പം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായി നമ്മളെ വണ്ടി. ഇപ്പം എത്ര ആയിട്ടുണ്ട് നമുക്ക് നോക്കാം. ടൈം നമ്മൾ ഏകദേശം 70% ആയിട്ടുണ്ട്. 7:55. കാരണം ഇപ്പോൾ നമുക്ക് 43 ഹീറ്റായിട്ടുണ്ട്, 43 ഡിഗ്രി ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ലോ ചാർജ് കഴിക്കാരം. അപ്പോൾ നമ്മൾ ചാർജിങ് അവസാനിപ്പിക്കണം. അപ്പോൾ ചാർജിങ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചാർജർ ഇവിടെ കൊടുക്കണം. സ്റ്റോപ്പ് ചാർജ് നമ്മൾ ആപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആപ്പിൽ ഇതാ എൻഡ് ചാർജിങ് എന്നുണ്ട്, അതേപോലെ പൗസ് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻഡ് ചാർജ് കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചാർജിങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ചാർജിങ് സ്റ്റോപ്പായി. അപ്പോൾ നമുക്ക് നേരെ ഇനി ചാർജിങ് പ്ലഗ് ഊരാം. ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ, ഈ ലോക്ക് പ്രസ് ചെയ്തിട്ട് വേണം വലിക്കാൻ. ഇത് നേരെ നമ്മൾ ഇവിടെ കുത്താം. ഓക്കെ, താങ്ക് യു.